ഇനി നമ്മൾ സ്റ്റക്കായി കഴിയുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമുക്ക് സ്റ്റക്ക് ആവാന്നുള്ളത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ തോന്നും സ്റ്റക്കായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഒരു ലെസൺ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതായ ഒരു ലെസനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്തൊരു ലെസനാണ് ദ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും റീൽസ് ആയിട്ടോ യൂട്യൂബിലോ അവിടെയൊക്കെ കേട്ട് നമ്മൾ മനസ്സിലാക്കാണ്ട് പോയൊരു കാര്യം ഉണ്ടാവും. ഞാൻ ഒരുപാട് ആൾക്കാരെ കോച്ച് ചെയ്യാനുണ്ട്. യോസ്കി എന്ന് പറഞ്ഞിപ്പോ ഒരു ക്ലയന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോ അതുപോലെ തന്നെ നേഴ്സസ് ഇപ്പോ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നു. ഇവിടുത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഓസ്കി എഴുതാനായിട്ട് ബുദ്ധിമുട്ട്, വളരെ പ്രഷേർഡ് അറ്റ്മോസ്ഫിയറിലാണ് പലരും എഴുതുന്നത്. പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പോൾ അവർ കടന്നു പോകുന്ന ജേണി എന്ന് പറയുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ജേണിയാണ്. അപ്പൊ അവര് അതുപോലെ 3 അറ്റംപ്റ്റ് ഉള്ളൂ, ഇത്ര നാളിനുള്ളിൽ ചെയ്യണം. ഒരു അറ്റംപ്റ്റ് ഫെയിലായി, രണ്ടാമത്തെ ഫെയിലായി. അപ്പോൾ പിന്നെ അവരൊക്കെ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നതല്ല. കാരണം ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, മണി, ഇതെല്ലാം ചെയ്ത് നാട്ടിൽ നിന്ന് വരെ വന്ന ആൾക്കാർ നിന്നിട്ട് അവസാനത്തെ 180 മിനിറ്റിൽ അവർ പെർഫോം ചെയ്യണം. അവർക്ക് ഉണ്ടാവുന്ന പ്രഷറുകൾ ആലോചിച്ച് നോക്കണം. ആ പ്രഷർ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഞാൻ ഈ ടിപ്പ് പറഞ്ഞു കൊടുത്ത് റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് ഏറ്റവും സ്ട്രഗിൾ നമ്മൾ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇത്ര സ്ട്രഗിൾ നമുക്കില്ലായിരിക്കും, ഇതിനും വലിയ സ്ട്രഗിൾ നമുക്ക് ഉണ്ടാവും. ഇതിലൊക്കെ നിൽക്കുമ്പോഴും പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ റൈറ്റ് ചെയ്ത് കളയുന്ന കാര്യമാണ്. ഇതിന്റെ തിയറി എന്താന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിൽ എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടിരിക്കും, നെഗറ്റീവ് തോട്ട്സ്. ആ പേടി, ഈ പേടി, അത് നടക്കാനുള്ള, ഇത് നടക്കാനുള്ള. അപ്പോൾ പവർ ഓഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ മറന്നു, ബ്രെയിൻ നമ്മൾ മറന്നു. കാരണം നമ്മൾ പ്രോബ്ലത്തിനോടാണ് റിയാക്ട് ചെയ്യണേ, ഉള്ള ബ്ലെസ്സിങ്സ് നമ്മൾ മറന്നു. അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ ബ്രെയിനിനെ ഉള്ള പ്രോബ്ലംസിന് ഇത് ചെയ്ത് ഉണ്ട്, പക്ഷെ നമുക്കുള്ള ബ്ലെസ്സിങ്സും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് വർക്ക് ചെയ്യും, നിങ്ങൾ ചെയ്തു നോക്കിക്കോ. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഓക്കെ, പക്ഷെ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഇല്ലേ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, റൈറ്റ്, ഞാൻ ഹെൽത്തി ആയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആണ്, നമുക്കറിയാത്തോണ്ടാണ്. അതിപ്പോ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എത്ര നാള് ഞാൻ ആൾക്കാരെ കാണുന്നതാണ്, ഓരോരുത്തരുടെ പ്രോബ്ലംസ് കാണുന്ന ആളാണ്. അപ്പോ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഇതില്ലാത്ത ആൾക്കാരെ കാണുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവണേ. ഓക്കെ, അപ്പോ എന്ത് പ്രശ്നം വരുമ്പോഴും ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഹെൽത്ത്, ഫാമിലി, ഫെയ്ത്ത്, വർക്ക്, ഫ്രണ്ട്സ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. ഇത് പർപ്പസ്ഫുള്ളി എഴുതാം. നമ്മൾ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത് ഇത് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ നമ്മളറിയാതെ ഇവോൾവ് ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ. ഇപ്പൊ ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ച്, എൻ്റെ ഒരു ക്ലയന്റ് ആണ്, അവര് ഇതുപോലെയുള്ള പല പ്രാക്ടീസുകളും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത് വന്നു. ഇപ്പൊ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അമേസിംഗ് ആണ്. ഒരു 4 മാസമായിട്ടുള്ളൂ, ലൈഫ് ചേഞ്ച് അറൗണ്ടായി. അപ്പൊ അവര് പറയണ ഇപ്പൊ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നു, ഞാൻ പോലും അറിയാതെ, ഇത്ര നാളായിട്ട് വന്നില്ല. അതിന് കാരണം എന്താണ്? ഈ പ്രോസസ്സ്, നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുകയും ഈ പ്രോസസ് ചേഞ്ച് ചെയ്തിപ്പോ പറയാണിപ്പോ. അപ്പൊ പുള്ളി ഇങ്ങോട്ട് പറയാണ്, ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, നമ്മള് എല്ലാം റെഡി ആയി കഴിയുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചു വരുന്നത് സത്യമാണ്. പക്ഷെ നമ്മൾ റെഡി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് നടക്കുന്നത്. അപ്പോ ഇത് എഴുതാ, ബ്ലെസ്സിങ്സ്, നമ്മുടെ ബ്ലെസ്സിങ്സ് എഴുതാ രാവിലെ എനിക്കും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചെലവില്ല, പ്രത്യേകിച്ച് ഇതില്ല. ഇത് നമ്മൾ പാർട്ട്ണറെ കാണിക്കണമെന്നില്ല, നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ലൈഫ് ഡിഫിക്കൽട്ട് ആയോ, ഞാൻ ഫസ്റ്റ് തിങ് ചെയ്യണത് റൈറ്റ് ഡൗൺ മൈ ബ്ലെസ്സിങ്സ്. അത് ബ്രെയിൻ ലെവലിൽ വർക്ക് ചെയ്യും. അതിന്റെ സയൻസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല, പക്ഷെ അത് വർക്ക് ചെയ്യുമെന്ന് മാത്രം ഞാൻ പറയാണ്.